നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സോയ കറിയാണ്. കുറച്ച് വെള്ളത്തിലിട്ട് വേവിക്കാൻ പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഉപ്പിടണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സോയ തന്നെ നല്ലോണം പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ സോയ കറി വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു സവാള, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടണം. ഗൈസ്, വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ഇതിലേക്ക് സവോള, നേരത്തെ അരിഞ്ഞ് വെച്ച സവോള, പിന്നെ തക്കാളി നമ്മൾ രണ്ടും മിക്സ് ചെയ്യും. പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം, നല്ലത് വേവണം. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് മസാലക്കൂട്ട് ഇടാം. അതിനായി കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമായ സാധനം ഗരം മസാലയാണ് കേട്ടോ. അത് 2 സ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ വന്നിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ചൂടുവെള്ളം ഒഴിക്കാം. നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സോയാബീൻ നമ്മൾ ഇതിലോട്ട് ഇടിക്കുന്നു, കറിയിലോട്ട്. നമ്മളിത് ലോ ഫ്ലെയിമിൽ കുറച്ച് വെച്ച് വേവിക്കുന്നു കുറച്ച് നേരം. അങ്ങനെ നമ്മളുടെ സോയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിനോട് നമ്മൾ കഴിക്കാൻ പോകുന്നത് പൂരിയാണ്.